എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ചിക്കൻ ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ലോലിപോപ്പ് നമുക്കിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചിക്കൻ ഡ്രംസ്റ്റിക് ആണ് ലോലിപോപ്പിന് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഡ്രംസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രംസ്റ്റിക്കിന് തൊലി ഒഴിവാക്കിയിട്ട് ഏകദേശം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെയ്ത് ഒരു ലോലിപോപ്പ് രൂപത്തിലാക്കിയെടുക്കുക. വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. ചിക്കൻ വിങ്സ് കൊണ്ട് വേണമെങ്കിലും നമുക്കിത് ലോലിപോപ്പ് ഉണ്ടാക്കാം. പക്ഷേ സൈസ് വളരെ ചെറുതായിരിക്കും. വിങ്സ് കൊണ്ട് ലോലിപോപ്പ് ഉണ്ടാക്കുന്ന ടൈമിൽ ഏകദേശം ഇതേപോലെ മാറ്റി എടുത്തിട്ട് നമുക്ക് ഒരു ലോലിപോപ്പ് ഷേപ്പിലാക്കി ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകി മാറ്റിയെടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ബൗളിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നീട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നീട് വേണ്ടത് ഗാർലിക് പേസ്റ്റാണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയെടുക്കാം. ഇനി ബൗളിലേക്ക് ലോലിപോപ്പിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കുക. ഏകദേശം 1 മണിക്കൂറോളം വെച്ചിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മറ്റൊരു ബൗളിലേക്ക് അടുത്തായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് വിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നീട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചോട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു പരുവത്തിലെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ. നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാൻ കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്രൈ ചെയ്യാനുള്ള ലോലിപോപ്പ് ഓരോന്നും ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇടാം. ചിക്കൻ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടണം. അതുകൊണ്ട് ചെറിയ തീയിൽ നല്ല രീതിയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഗാർണിഷ് സെഷനിലേക്ക് ഇനി കിടക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ചെറുതായിട്ട് നല്ല രീതിയിൽ തന്നെ അരിഞ്ഞ വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളി ഏകദേശം നല്ല രീതിയിലൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർക്കാം. പിന്നീട് ഇതിലേക്ക് ടൊമാറ്റോ കച്ചപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക.
അതിലേക്ക് നമുക്കിനി സോയാ സോസും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഈ മിക്സിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ലോലിപോപ്പ് ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഗാർണിഷ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സ്പ്രിംഗ് ഓണിയനൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡിയാണ്. അപ്പോൾ അതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ലോലിപോപ്പ് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. എല്ലാവരും അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. സ്റ്റേ സേഫ്. ബൈ.